ഏജ് ഇത്തിരി കുറച്ചായതുകൊണ്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്നാലും എൻ്റെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബ് എന്തായാലും നേടിയെടുക്കുന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് ജോബിന് കയറിയായിരുന്നു ആദ്യം. അപ്പോൾ ആ PC ടച്ച് മൊത്തം പോയി. അപ്പോൾ എനിക്ക് കുറച്ച് എക്സാംസ് നല്ലതായിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ പഠിച്ചതെന്ന് ഇതുവരെ ഒന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഗവൺമെൻറ് കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ പേര് ലിജിനസ് റസൽ. ഞാൻ BTech പഠിച്ചത് മാർ ബസീലിയോസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നാണ്. MTech പഠിച്ചത് NIT റൗർക്കല എന്നാണ്. സ്പെഷ്യലൈസേഷൻ വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാൻ സിവിലിയൻസിലോട്ട് ആദ്യം വരുന്നത് ഓൺലൈൻ ക്ലാസ് ആയിട്ടായിരുന്നു. ആദ്യം ഞാൻ പഠിച്ചത് വാട്ടർ അതോറിറ്റി AEക്കായിരുന്നു. അപ്പോൾ അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ വിഷമത്തിൽ ഞാൻ ഒരു പ്രൈവറ്റ് ജോബിന് കയറിയായിരുന്നു ആദ്യം. അപ്പോൾ ആ PC ടച്ച് മൊത്തം പോയി. അപ്പോൾ എനിക്ക് കുറച്ച് എക്സാംസ് നല്ലതായിട്ട് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റുഡൻസിൽ ഓഫ്ലൈൻ ബാച്ചായിട്ട് ജോയിൻ ചെയ്തത്. October 23 ബാച്ചിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ഫാക്കൽറ്റിയൊക്കെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റി. ഞാൻ പഠിച്ചതെന്ന് ഇതുവരെ ഒന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കുറേ ലിസ്റ്റിലൊക്കെ വന്നായിരുന്നു. എല്ലാം സപ്ലിമെൻ്ററി ആയിരുന്നു. പക്ഷേ അതെനിക്ക് ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അപ്പോഴും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ജോലി വാങ്ങിക്കണമെന്നൊരു ഇത് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ RRB JEE ആദ്യം നല്ല മാർക്ക് എനിക്ക് RRB എക്സാമിന് ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് കാരണം എനിക്ക് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഏജ് ഇത്തിരി കുറച്ചായതുകൊണ്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും പുതിയ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചു. എന്നാലും എൻ്റെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബ് എന്തായാലും നേടിയെടുക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ഗ്രേഡ് LSTDയിൽ എനിക്ക് 34th റാങ്ക് നേടാൻ പറ്റി. അതിനുശേഷം RRB JEEലും എനിക്ക് എക്സാം നടത്തിയപ്പോൾ അതിൽ PYയിൽ എനിക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണമെന്നാണ്. ഞാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്ക് ആദ്യം തിയറി പഠിക്കും. അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതല്ല, ഒരു കാര്യം തന്നെ കൂടുതൽ റിവൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിൽ തങ്ങുന്നത്, ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ റിവിഷൻ ചെയ്യുന്നത് ആ സബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് റിവിഷനാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് റീകാൾ ചെയ്യും, എന്നിട്ടാണ് റിവൈസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഒരു 15 ക്വസ്റ്റ്യൻസോ 10 ക്വസ്റ്റ്യൻസോ ആ ടോപ്പിക്കിൽ നിന്ന് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്താണ് പോകുന്നത്. സിവിലിയൻസിൻ്റെ ഫാക്കൽറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം അവർ തരുന്ന നോട്ട് കോംപ്രിഹെൻസീവ് ആയിരിക്കും. നമുക്ക് കൂടുതൽ എക്സ്ട്രാ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് AE ഒരു ബാച്ച് ആകുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ ജീവ മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടമുണ്ടായിരുന്നു. ആനന്ദ് സാറിൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ നിതിൻ സാറിൻ്റെ ക്ലാസ്, വിഷ്ണു സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ അഭിജിൻ സാറിൻ്റെ ക്ലാസ്, ഞാൻ ഒരു സ്ട്രക്ചർ അനാലിസിസിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അഭിജിൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ ഹെൽപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് സാറിൻ്റെ മോസ്, അതിന് ഞാൻ വീക്കായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ടുണ്ട്. പുറകോട്ട് നോക്കുമ്പോൾ എനിക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം ഞാൻ വന്ന വഴി എന്ന് പറയുമ്പോൾ അതൊരു മെൻ്റലി ചലഞ്ചിങ് ആയിട്ടുള്ള ഡൗൺ ആയിട്ടുള്ള സമയത്തിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയാണ് കൂടുതലുണ്ടായിരുന്നത് എൻ്റെ കൂടെ. അവർ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ഞാൻ കുറച്ച് ഏജ് ആയിട്ടും ഞാൻ ആ ഒരു PSCക്ക് വേണ്ടി ഇരുന്നത് അവർ കുടുംബത്തിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഫസ്റ്റ് ഗ്രേഡ് എക്സാമിന് നെഗറ്റീവ് വളരെ കുറവായിരുന്നു. അതാണ് എനിക്ക് മുമ്പിലോട്ട് വരാൻ കഴിഞ്ഞത്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഗവൺമെൻറ് കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങൾ മാർക്ക് കൂടുന്നതെന്ന് നോക്കുക. കുറവാണെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും കൂടുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ റിവിഷൻ മസ്റ്റാണ്. അതുപോലെ നിങ്ങൾ മോക്ക് ടെസ്റ്റും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. PSCയുടെ ആ ഒരു കീ നിങ്ങൾ ആ ഒരു OMR നോക്കിയിട്ട് OMR വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ടൈം ലിമിറ്റിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് എക്സാം, എല്ലാ എക്സാമും നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.